പണ്ട് പണ്ടൊരു ഗ്രാമത്തിൽ ഒരു അലക്കുകാരനുണ്ടായിരുന്നു. ഗ്രാമത്തിലുള്ള തുണികളെല്ലാം ശേഖരിച്ച് അത് അലക്കി വൃത്തിയാക്കി വീടുകളിൽ കൊണ്ട് കൊടുത്ത് കിട്ടുന്ന കാശ് കൊണ്ടാണ് അയാളും ഭാര്യയും ജീവിച്ചിരുന്നത്. അയാൾക്ക് ഒരു ഒട്ടകവും ഒരു ആനയും ഉണ്ടായിരുന്നു. ഒട്ടകവും ആനയും നമുക്കുള്ളത് എത്ര നന്നായി അല്ലേ? ശരിയാ, അല്ലെങ്കിൽ നമ്മൾ തലയിൽ ചുമന്നുകൊണ്ടല്ലേ വസ്ത്രങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഒട്ടകം ഉള്ളത് കൊണ്ട് ദൂരേക്ക് യാത്ര ചെയ്യാനും പറ്റുന്നുണ്ട്. അത് ശരിയാ. ആനയും ഒട്ടകവും ഒരു തൊഴുത്തിലാണ് കഴിഞ്ഞിരുന്നെങ്കിലും ആന ഒരിക്കലും ഒട്ടകത്തെ ഒരു സുഹൃത്തായി കണ്ടിരുന്നില്ല. ആനയ്ക്കാണെങ്കിലോ ഒട്ടകത്തെ ഒട്ടും ഇഷ്ടമില്ല. ഒട്ടകം അടുത്ത് വന്ന് നിൽക്കുന്നത് പോലും ആനയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല. അവരെപ്പോഴും ഒട്ടകത്തെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. നീ എന്തൊരു ജീവിയാണ്, നിനക്ക് പൊക്കവുമില്ല വണ്ണവുമില്ല, എന്തൊരു നാറ്റമാ നിന്നെ, ദൂരേക്ക് മാറി നിൽക്കി. ഷോ, എനിക്കിവിടെ നിൽക്കാൻ പോലും കഴിയുന്നില്ല, വൃത്തികെട്ട ജീവി, അങ്ങോട്ട് മാറി നിൽക്കി. അങ്ങനെയൊന്നും പറയരുത് സഹോദര, യജമാനന്റെ മുഴുവൻ ചുമട്ടും ഞാനല്ലേ ചുമക്കുന്നത്. നമ്മുടെ രണ്ടുപേരുടെയും യജമാനനും ഒരാളാ. പക്ഷെ നിന്റെ ജീവിതം സുഖകരവും എന്റെ ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതുമാണ്. അതെന്താ നീ അങ്ങനെ പറയുന്നത്? എന്നാലും യജമാനൻ എന്നെ കൊണ്ടാണ് മുഴുവൻ ചുവട് എടുപ്പിക്കുന്നത്. ഞാൻ നിന്നെ പോലെയല്ല, എനിക്ക് നാട്ടിൽ കുറച്ച് നിലയും വിലയും ഒക്കെ ഉണ്ട്. അയ്യോ, ഇങ്ങനെ ഒന്നും ചെയ്യരുത് ചങ്ങാതി, എനിക്ക് എന്ത് വേദനിച്ചെന്നോ. ഞാനും നിന്നെ പോലെ ഒരു ജീവിയല്ലേ, നീ എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നത്? നീ ഒരിക്കലും എന്നെ പോലെ അല്ല. നിനക്കിത്ര അഹങ്കാരം പാടില്ല സഹോദര. എടാ മണ്ട, ഓരോരുത്തരും നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചേ ജീവിക്കാൻ കഴിയൂ. നിനക്കിത്ര അഹങ്കാരം പാടില്ല സഹോദര. അങ്ങനെ പല അവസരങ്ങളിലും ആനയും ഒട്ടകവും കലഹം പതിവായിരുന്നു. ഒട്ടകത്തേക്കാൾ വലിയവനാണെന്നുള്ള അഹങ്കാരം ആനയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ പല അവസരങ്ങളിലും ആനയും ഒട്ടകവും കലഹം പതിവായിരുന്നു. ഒട്ടകത്തേക്കാൾ വലിയവനാണെന്നുള്ള അഹങ്കാരം ആനയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഓ, നല്ല മഴക്കാറുണ്ട്. തുണികൾ മുഴുവൻ വേഗം വീട്ടിലെത്തിക്കണം. ഇതിന് നല്ല ഭാരമുണ്ടല്ലോ. അങ്ങനെ അലക്കുകാരനും ഒട്ടകവും ആനയും കൂടി വീട്ടിലേക്ക് നടന്നു. ഭാരം കാരണം ഒട്ടകത്തിന് പതുക്കെ നടക്കാൻ കഴിഞ്ഞുള്ളൂ. സഹോദര, എന്റെ ചുമലിൽ കടുത്ത ഭാരമാ. ഭാരം കാരണം എനിക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല. എന്നെ ഒന്ന് സഹായിക്കാമോ? അതിന് ഞാൻ എന്ത് വേണം? എന്നെ ഒന്ന് സഹായിക്കാമോ സഹോദര? അതിന് ഞാൻ എന്ത് വേണം? നിന്റെ ചുമട് ഞാൻ എടുക്കണമെന്നോ? അയ്യോ, അങ്ങനെയൊന്നുമല്ല. എൻ്റെ അമിതഭാരം കുറയ്ക്കാനായി കുറച്ച് തുണികൾ നീ കൊണ്ടുവന്നാ മതി. എടാ മണ്ട, നിന്റെ ചുമട് നീ തന്നെ എടുത്താ മതി. ഞാൻ ആരുടെയും ചുമടുകൾ എടുക്കാറില്ല. സഹോദര,
ഞാൻ ഇപ്പൊ വീഴും. എന്നെ ഒന്ന് സഹായിക്കുമോ സഹോദര? അയ്യോ 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 അയ്യോ. എന്റെ ദൈവമേ, ഒട്ടകം വന്ന് വീണല്ലോ. അയ്യോ, അമിത ഭാരം കാരണം ഒട്ടകം തറയിൽ വീണല്ലോ. മഴയ്ക്ക് മുമ്പ് ഈ തുണികൾ ഞാൻ എങ്ങനെ വീട്ടിലെത്തിക്കും? ഒട്ടകത്തിനാണോ ഒരടി നടക്കാനും കഴിയില്ല. അങ്ങനെ അയാൾക്കൊരു ഐഡിയ തോന്നി. തുണികളെല്ലാം അഴിച്ചെടുത്തു ഒട്ടകത്തിന്റെ പുറകിൽ നിന്ന്. എന്നിട്ട് അത് ആനയുടെ മുകളിൽ വെച്ച് കെട്ടി. കാരൻ തുണി മാത്രമല്ല, നടക്കാൻ കഴിയാത്ത ഒട്ടകത്തെ കൂടെ ആനയുടെ മുകളിലേക്ക് എടുത്ത് വെച്ചു കൊടുത്തു. പാവം ആന എല്ലാ ഭാരവും ചുമന്ന് അങ്ങനെ നടക്കുകയാണ്. എനിക്കിങ്ങനെ ചുമടെടുക്കേണ്ടി വന്നത് എൻ്റെ അഹങ്കാരമാണ്. ആദ്യമേ ഒട്ടകത്തെ സഹായിച്ചാൽ മതിയായിരുന്നു.